ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് റിവ്യൂവും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്മാർട്ട് വാച്ചാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ജി ടാബ് എന്ന കമ്പനിയുടെ വാച്ചാണിത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പെട്ടി തുറക്കുമ്പോൾ തന്നെ ജി ടാബെന്നും അതുപോലെ തന്നെ ആ വാച്ചിൻ്റെ പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോസും ഇതിലുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ സ്മാർട്ട് വാച്ച് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. നല്ല പാക്കിംഗ് ആണ്, നല്ല കട്ടിയുള്ള പാക്കിംഗ് ആണ്. അധികം ഡാമേജ് ഒന്നും പറ്റാത്ത രീതിയിലുള്ള പാക്കിംഗ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പേപ്പറിൻ്റെ ഇതിലാണ് ഇതിരിക്കുന്നത്. അതിനുശേഷം ഇത് ചാർജ് ചെയ്യാനുള്ളൊരു കേബിളും കൂടി ഇതിലുണ്ട്. ഒപ്പം തന്നെ ഒരു യൂസർ മാനുവലൊക്കെയാണ്, അത് വേറെ ഭാഷയാണ്. അപ്പോൾ നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി പെട്ടിയുടെ ഉള്ളിലൊന്നുമില്ല, പെട്ടി തിരിച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ സ്മാർട്ട് വാച്ച്. നല്ലൊരു വാച്ചാണ്, എല്ലാവർക്കും ഉപയോഗിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയ രീതിയിലുള്ളൊരു വാച്ചാണിത്. ജി ടാബിന്ന് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പവർ ബട്ടൺ, അതുപോലെ തന്നെ ഒരു ചാർജിങ് പോർട്ട് അതിൽ കാണുവാൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മൈക്ക്, ഇത് സ്പീക്കറാണ്. നമുക്കിതിൽ സിമ്മൊക്കെ ഇട്ട് ഫോൺ പോലെ തന്നെ വിളിക്കാനും എല്ലാവർക്കും കോൾ ചെയ്യാനും എല്ലാം സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ, വാച്ചിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ക്യാമറയാണിത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ. ടച്ച് സ്ക്രീനാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ 32 MB റാമും 32 MB റോമും ഇതിൽ വരുന്നുണ്ട്. ക്യാമറ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കോൾ വിളിക്കാനും പറ്റും. അതുപോലെ തന്നെ 1.54 HD IPS സ്ക്രീനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്ററിയുടെ ഭാഗങ്ങളിലൊക്കെ ഒന്ന് നോക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മളൊന്ന് നമ്മുടെ ഫോണിൻ്റെ ബാക്ക് സൈഡ് വരുന്ന പോലെ ഊരുക. ഇവിടെയാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. ഒരു ചെറിയൊരു ബാറ്ററി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററിയും കൂടി ഒന്ന് ഊരാം. ഇതിലാണ് നമ്മുടെ സിമ്മും, ഈ കാണുന്നതിൽ നമ്മൾ സിമ്മും അതുപോലെ തന്നെ അതിലെ അപ്പുറത്ത് കാണുന്നതിൽ SD കാർഡാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ സിം ഇട്ടുക, നമുക്ക് സിമ്മൊന്ന് ഇട്ടിട്ട് നോക്കാം. സാധാരണ നമ്മൾ മൊബൈലിലൊക്കെ ഇടുന്ന പോലെ തന്നെ ഒരു സിമ്മാണ് ഇതിൽ സപ്പോർട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ആ സിം നമ്മൾ ഇട്ടിട്ട് നമുക്ക് ഇത് അടയ്ക്കാം. SD കാർഡ് നമ്മളിപ്പോൾ ഇടുന്നില്ല. അതുപോലെ തന്നെ 350 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ബാറ്ററി ഇടാം. ബാറ്ററി നമ്മൾ സാധാരണ മൊബൈലിൽ ഇടുന്ന പോലെ തന്നെയാണ് ഇടുന്നത്. ജി ടാബ് എന്ന കമ്പനിയുടെ W101 ഹീറോ എന്ന മോഡൽ വാച്ചാണിത്. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി പിടിക്കാം. ഓണാക്കാനായി നമ്മൾ ഈ പവർ ബട്ടൺ ഒന്ന് 2 സെക്കൻഡ് അമർത്തി പിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ജി ടാബ് എന്നൊക്കെ എഴുതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാച്ച് ഓൺ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മെനു, അതുപോലെ തന്നെ കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ കാണാം. ഇപ്പോൾ മെനു എടുത്ത് നോക്കാം. ഇപ്പോൾ 3, 4 സ്ക്രോളായിട്ട് നമുക്കിതിൽ വേർതിരിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ. നമുക്ക് നല്ല ഒരുവിധം ക്വാളിറ്റിയിൽ ക്യാമറ ഉപയോഗിക്കാൻ പറ്റും. അത് നമ്മളിപ്പോൾ SD കാർഡ് ഇടാത്ത കാരണമാണ് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാഞ്ഞത്. അതുപോലെ തന്നെ ഇതിൽ റണ്ണിങ്ങിനുള്ള ഒരു ആപ്ലിക്കേഷൻ പോലെ ഇതിലുണ്ട്. നമുക്ക് റൺ ചെയ്യുമ്പോൾ എത്ര മിനിറ്റ് ഓടി അതുപോലൊക്കെ ഇവിടെ കാണാം. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് കോളിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ അടിച്ച് കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മൾ SD കാർഡ് ഇട്ടാലാണ് വർക്ക് ചെയ്ത ഗാലറിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ ടച്ച് ചെയ്ത ശേഷം നമ്മുടെ ബ്ലൂടൂത്ത് ഇതിൽ ഓൺ ആക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫോണിലും ഓൺ ആക്കുക. ഇത് QR സ്കാനറാണ്. ഇപ്പോൾ ടൈം ആൻഡ് ഡേറ്റ് സെറ്റ് ചെയ്യാൻ ഫോൺ സെറ്റിങ്സിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡേറ്റും ടൈമും സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മൾ ഫോണല്ല നമ്മുടെ സ്മാർട്ട് വാച്ച് ഓഫാക്കി ഓൺ ആക്കിയാൽ നമ്മൾ സെറ്റ് ചെയ്ത ഡേറ്റും ടൈമും നമുക്ക് പിന്നെയും സെറ്റ് ചെയ്യേണ്ടി വരും. അത് മാത്രമാണ് ഒരു ഇതുപോലെ തോന്നിയത്. ബാക്കിയെല്ലാം കറക്റ്റാണ്. നമ്മൾ ഫോൺ വിളിക്കുമ്പോഴും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുവാനും എല്ലാം സാധിക്കും. അങ്ങോട്ട് പറയുന്നതും ഇങ്ങോട്ട് പറയുന്നതും എല്ലാം ക്ലിയറാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു കേബിളാണ് നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു USB കേബിളാണ്. അപ്പോൾ ഇത് നമ്മൾ സൈഡിലൊരു ചാർജിങ് പോർട്ട് ഉണ്ട്. അത് തുറന്നതിന് ശേഷം ഇതിൽ കണക്ട് ചെയ്യുകയാണ് വേണ്ടത്, സാധാരണ നമ്മൾ മൊബൈലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ. അതിനുശേഷം നമ്മളിതൊരു ചാർജിങ് അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യുക. ഇത് നമ്മൾ ഓണാക്കുമ്പോൾ പലതരത്തിലുള്ള ക്ലോക്ക് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ നമ്മളിതിൽ ടച്ച് ചെയ്യുകയാണ് വേണ്ടത് ക്ലോക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ബോക്സ് നല്ല നീറ്റ് പാക്കിങ്ങും എല്ലാം കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ ഈ ബോക്സിന്മേൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ ഓൾ ഓർമ്മിക്കുക. ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.